ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു dearattire. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്നൊരു അത്യാവശ്യത്തിന് പോകാൻ വേണ്ടി ഒരു ദിവസം കൊണ്ട് ഞാൻ തയ്ച്ചൊരു പാർട്ടി വെയർ കാണിക്കാനാണ്. ഇത് രണ്ട് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാട്ടോ ഞാൻ തയ്ച്ചിരിക്കുന്നത്. ഒന്ന് എൻ്റെ കയ്യിലൊരു ഫാബ്രിക് ഉണ്ടായിരുന്നു ബ്ലൂ കളറിലെ, പിന്നെ ഒരു ലേസ് ഉണ്ടായിരുന്നു. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം ആ ബ്ലൂവിന് അത് മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് തന്നെ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഹാൻഡ് വർക്കൊന്നും ചെയ്യാൻ ഒരു ദിവസം പോരല്ലോ. അപ്പോൾ ഈ രണ്ട് മെറ്റീരിയൽ വെച്ച് മാത്രം ഞാൻ ഡിസൈൻ ചെയ്ത ഒരു പാർട്ടി വെയർ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫാബ്രിക്. ജോർജറ്റിൻ്റെ ഫാബ്രിക് ആയിരുന്നു, ബ്ലൂ കളറിലെ. ഇതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലേസ്. ഇതൊരു 3/4 ഇഞ്ച് വീതിയിൽ വരുന്ന ലേസാണ്. ഞാൻ വെച്ച് നോക്കിയപ്പോൾ ബ്ലൂ ആയിട്ട് അത് നല്ല രീതിക്ക് മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് തന്നെ പെട്ടെന്ന് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതേപോലെ നമുക്ക് പല കളറിലെ ഫാബ്രിക് ഒക്കെ എടുത്തിട്ട് ഗോൾഡ് കളറിലെ ലേസ് ഒക്കെ വെച്ചിട്ടാണെങ്കിലും നല്ല എലഗന്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ചെയ്തെടുക്കാം. പിന്നെ എനിക്ക് ഗോൾഡൻ കളറിൽ നിന്ന് മാറി ഒരു വെറൈറ്റി വേണമെന്ന് തോന്നി. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിൽ നിന്ന് ഞാൻ ഷോളിനായിട്ടുള്ളത് 2.25 ഇഞ്ച് നീളവും അതുപോലെ തന്നെ ഒരു 37 ഇഞ്ച് വീതിയിലും ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഷോളിന് വേണ്ടി. എന്നിട്ട് നമുക്കൊന്ന് വെച്ച് നോക്കാം ഇതെങ്ങനെയാണ് മാച്ചിങ് ഉണ്ടോന്ന്. ഈ ഒരു കളറ് ബ്ലൂ ആയിട്ട് നല്ല രീതിക്ക് മാച്ച് ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഗോൾഡൻ കളറിലെ ആ ഒരു ലേസിൽ നിന്നൊക്കെ മാറ്റി കുറച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം തന്നെ ഷോളാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ലേസ് പിടിപ്പിക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ അരിക്, അതായത് ലേസ് ഞാൻ പിടിപ്പിക്കുന്നത് 2 സൈഡിലാണ്. കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി 9 മീറ്ററിൻ്റെ ലേസേ ഉള്ളൂ. അപ്പോൾ 4 സൈഡിൻ്റെ ഷോളിലും പിന്നെ സ്ലീവിലൊക്കെ പിടിപ്പിക്കാൻ എല്ലാം കൂടെ ചിലപ്പോൾ തികയില്ല. അത് കാരണം ഞാൻ വിചാരിച്ചു ഷോളിൻ്റെ 2 സൈഡിൽ മാത്രം പിടിപ്പിക്കാമെന്ന്. ഷോളിൻ്റെ തേര് വരുന്ന ഭാഗമാണ് നമ്മൾ നീളം അളന്നെടുത്തേക്കുന്നത്, 2.25 മീറ്റർ. നമുക്ക് ആദ്യം തന്നെ തേരില്ലാത്ത ഭാഗം, നമ്മൾ വീതിക്ക് കട്ട് ചെയ്ത ഭാഗം മടക്കിയടിക്കാം. അതായത് മോശം വശത്തേക്ക് നമുക്ക് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് മടക്കിയടിക്കാം. ഇതുപോലെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡും തയ്ച്ചു കൊടുക്കുക. രണ്ട് വശവും നല്ല കറക്റ്റായിട്ട് എത്ര ചെറുതായിട്ട് മടക്കാൻ പറ്റുമോ അത്ര ചെറുതായിട്ട് മടക്കി അടിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം. കൂടെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഡിസൈനിങ് കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കാണണം. എന്നാലേ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ യൂട്യൂബ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ അരികു മടക്കി അടിച്ചു. ഇതുപോലെ ഇനി ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ലേസ് പിടിപ്പിക്കാം. ലേസ് പിടിപ്പിക്കുമ്പോൾ നമ്മൾ നല്ല വശത്ത് നിന്ന് നല്ല വശത്തേക്ക് തന്നെ ഒരു മടക്കുക. തേര് വരുന്ന ഭാഗമായത് കാരണം നമ്മൾ 2ആയിട്ട് മടക്കേണ്ട ആവശ്യമില്ല. നല്ല വശത്ത് നിന്ന് നല്ല വശത്തേക്ക് തന്നെ മടക്കിയിട്ട് അതിൻ്റെ പുറമെ നമുക്ക് ലേസ് വെച്ച് കൊടുക്കാം. ലേസ് വെക്കുമ്പോൾ നമ്മൾ 2 സൈഡേ വെക്കുന്നുള്ളൂ. അത് കാരണം അതിൻ്റെ ആ ഒരു എഡ്ജ് നമ്മൾ മടക്കിയിട്ട് വെച്ച് കൊടുക്കുക. കണ്ടോ, അതുപോലെ മടക്കി. ഷോളും നമുക്ക് നല്ല വശത്തേക്ക് തന്നെ ഒരു തവണ മടക്കി അതിൻ്റെ പുറമെ ലേസും വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം അതിൻ്റെ ആ ഒരു അരികിൽ കൂടെ, ഔട്ടർ അരികിൽ കൂടെ നമുക്ക് അടിച്ചു കൊടുക്കാം. അതുപോലെ അങ്ങ് നീളത്തിൽ താഴെ വരെ അടിച്ചു കൊടുക്കുക. അതെൻ്റെ വീഡിയോ അറിയാതെ എൻ്റെ കാർഡ് ഫുള്ളായെന്ന് തോന്നുന്നു, അത് മിസ്സായി പോയി. അപ്പോൾ ഇത് ആ ഒരു അരിക് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം അതിൻ്റെ ഇപ്പുറത്തെ സൈഡും അകത്തെ വശത്തെ അരിക് നമുക്ക് ഇതുപോലെ തന്നെ ദുപ്പട്ട ചുളുങ്ങാതെ അടിച്ചു കൊടുക്കാം. ലേസോ ദുപ്പട്ടയോ ഒന്നും ചുളുങ്ങാൻ പാടില്ല ഇങ്ങനെ നമ്മൾ അടിക്കുമ്പോൾ.
ഇതുപോലെ അങ്ങറ്റം വരെ അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 2 സൈഡിൽ മാത്രമേ പിടിപ്പിക്കുന്നുള്ളൂ. നമ്മൾ തലയിൽ കൂടി കവർ ചെയ്തിടുമ്പോൾ നമ്മുടെ നെറ്റിയുടെ ഭാഗത്തും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ഭാഗത്ത് മാത്രമേ ഞാൻ പിടിപ്പിക്കുന്നുള്ളൂ. താഴ്വശത്ത് രണ്ടും പിടിപ്പിക്കുന്നില്ല. പെട്ടെന്ന് പോയി വീണ്ടും ഇത് പർച്ചേസ് ചെയ്യാനോ ഒന്നും സമയമില്ല. ആകെ ഒരു ദിവസമേ ഉള്ളൂ. അത് നമ്മൾ ദുപ്പട്ടയിൽ ലേസ് പിടിപ്പിച്ച് തീരാറായിട്ടുണ്ട്. കണ്ടോ, നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം ദുപ്പട്ട എങ്ങനെയാണെന്ന്. ഇതാണ് നമ്മുടെ ദുപ്പട്ട. സിമ്പിൾ ആണ്. 2 സൈഡിലും ഈ ഒരു ലേസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഇടക്ക് ബീഡ്സോ അല്ലെങ്കിൽ സീക്വൻസോ കട്ട് ബീഡ്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ടൈമും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്ക് പിന്നെ ടൈമും ഇല്ലായിരുന്നു പെട്ടെന്ന് ചെയ്യാനായിട്ട്. പക്ഷെ ഷോളിന് ഇത് തന്നെ മതിയെന്ന് എനിക്ക് തോന്നി. നല്ല ഭംഗിയുണ്ടായിരുന്നു. എൻ്റെ ഈ ഒരു ഡ്രസ്സ് ഫുള്ള് ലേസ് വെച്ച് മാത്രമാട്ടോ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഹാൻഡ് വർക്ക് ഒന്നും ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഇതാണ് സ്ലീവ്. സ്റ്റിച്ചിങ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതുപോലെ നമ്മുടെ സ്ലീവിൻ്റെ അടിയിൽ ഞാൻ 2 ലെയറായിട്ടാണ് പിടിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം നമ്മുടെ ഈ ലേസിന് 3/4 ഇഞ്ചിൻ്റെ വീതിയേ ഉള്ളൂ. അപ്പോൾ അത് മാത്രമാണെങ്കിൽ അത്ര ഒരു എടുപ്പ് കാണില്ല. അത് കാരണം ഞാൻ ഇതുപോലെ 2 ലെയർ വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മുടെ സ്ലീവിൻ്റെ താഴ്ഭാഗം എടുത്തു. അതിൽ 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ഞാനിത് പിടിപ്പിക്കുന്നത്. 1/2 ഇഞ്ച് നമുക്ക് ലൈനിങ്ങുമായിട്ട് അടിച്ച് പതിച്ചെടുക്കാനായിട്ടുള്ളതാണ്. ആ ലൈനിങ്ങിന് ജോയിൻ ചെയ്യാനുള്ള 1/2 ഇഞ്ച് അവിടെ വിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ പിടിപ്പിക്കുന്നുണ്ട് ഒരു ലെയർ. അത് ആ ലെയറിൻ്റെ താഴ്ഭാഗം മാത്രമേ അടിച്ചിട്ടുള്ളൂ. മുകൾ ഭാഗം ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഇനി അടുത്ത നെക്സ്റ്റ് ലേസ് വെക്കാൻ നേരം ഞാൻ അതിൻ്റെ ഉള്ളിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം ആ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസൈൻ മുകളിൽ വരാതെ ആ ഒരു സ്കാലപ്പ് പോലത്തെ ഒരു ഡിസൈനാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ 2 ലെയർ ഒരുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മുകളിൽ 2ാമത് വെച്ച ലേസ് ആദ്യത്തിൻ്റെ കുറച്ചുള്ളിലേക്ക് ഞാൻ നീക്കി കൊടുത്തു. അപ്പം നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ 2 ലെയർ ലേസ് വെച്ചാന്ന് തോന്നത്തില്ല. ഒരു തവണ നമ്മൾ അടിച്ചു. ഇനി അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ ഒരു അരിക്ക് കൂടി നമുക്ക് അടിച്ചു കൊടുക്കാം. മുകളിലുള്ള അരികെ നമ്മളിപ്പോൾ അടിക്കുകയാണ്. ഇതിന് സാധാരണ പോലെ ലൈനിങ് വെച്ച് മറിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. പറഞ്ഞ പോലെ ഇതിൽ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. കാരണം ഭയങ്കര ലെങ്തി ആയിപ്പോൾ. അതിനെല്ലാം ഒരു ദിവസം കൊണ്ട് എനിക്ക് വീഡിയോ പിടിച്ച് പിന്നെ ഇത് തയ്ച്ചെടുക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഈ ഡ്രസ്സ് തയ്ച്ചിരിക്കുന്നത് അംബർല ഗൗൺ പോലെ ഫുൾ ഫ്ലോർ ലെങ്തിലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ യോക്ക്. ഞാൻ ഇതിൽ 3/4 ഇഞ്ചിൻ്റെ ഫുൾ കോളറാണ് കൊടുത്തേക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ലേസും ഏകദേശം 3/4 ഇഞ്ച് ആയത് കാരണം ആ ഒരു കോളർ ഇത് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവും. കോളർ ഞാൻ ഓൾറെഡി തയ്ച്ചു കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഈ ഒരു ലേസ് കോളറിൻ്റെ ഒരു അരികിൽ നിന്ന് തുടങ്ങി അങ്ങേയറ്റം വരെ അടിച്ചു കൊടുക്കാം. ഈ ഒരു ഫുൾ കോളറിൽ നല്ലൊരു എലഗന്റ് ലുക്കാണ് കേട്ടോ നമുക്ക് തരുന്നത്. കൂടുതൽ ഹാൻഡ് വർക്ക്സോ ഒന്നുമില്ല. വെറും ഒരു ലേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ ആ ഡ്രസ്സിന്റെ മോഡൽ എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ചാണ് അതിന് ഭംഗി വരിക. അപ്പം നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി കോളറിന്റെ അതർ സൈഡിൽ നമ്മൾ അടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി ലേസിന്റെ താഴ്ഭാഗവും ഇതുപോലെ തന്നെ അടിക്കുക. അപ്പോൾ കോളറിലും നമ്മൾ ലേസ് വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സിന്റെ ബാക്കിൽ സിബ് വരുന്ന രീതിയിലാണ്, എന്നാലല്ലേ നമുക്ക് ഈ കോളറിന്റെ കഴുത്ത് കയറത്തുള്ളൂ. പിന്നെ നമ്മൾ ലേസ് വെച്ച് വെച്ചേക്കുന്ന സ്ലീവ്സ് ഇതിൽ അറ്റാച്ച് ചെയ്യുക. പിന്നെ താഴത്തേക്കുള്ള പോർഷൻസ് അംബ്രല്ല സ്കേർട്ടാണ്.
അംബർല സ്കേർട്ട് പോലത്തെ തന്നെ അംബർല ഗൗണിന്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എഡിറ്റിംഗ് പ്രോസസ്സിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അംബർല ഗൗണിന്റെ സെൽവാറിന്റെ ഒക്കെ പെർഫെക്റ്റ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഒക്കെ വേണമെന്നുള്ളവർക്ക് ചാനൽ ഇടയ്ക്ക് നോക്കാം. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കയറി നോക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ഹുക്സ് പിടിപ്പിച്ച് കൊടുക്കണം നമ്മുടെ കോളറിന്റെ ബാക്ക് സൈഡിൽ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഫുൾ കോളറിൽ ഒരു ജുവൽ നെക്ക് പോലത്തെ ഒരു അപ്പിയറൻസിൽ ഫ്ലോർ ലെങ്ത് ആയിട്ട് വരുന്ന അംബർല ഗൗൺ ആയിരുന്നു ഇത്. വളരെ സ്റ്റാൻഡേർഡ് ക്ലാസി ആയിട്ടുള്ള ഒരു ഡ്രസ്സായിരുന്നു. ഒരുപാട് ഹാൻഡ് വർക്ക്സോ ഒന്നും ഇല്ലെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് ആയിരുന്നു കാണാൻ. ഇനി സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോളിൽ വേണമെങ്കിൽ ഷോളിലോ സ്ലീവ്സിലോ യോക്കിലോ എവിടെ വേണമെങ്കിലും ഹാൻഡ് വർക്ക്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതൊന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു. ഒന്നാമത് ഈ ഒരു കളർ കോമ്പിനേഷന് തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ആ ഒരു കോളർ നെക്കോടെ വന്നപ്പോൾ അതൊരു പെർഫെക്റ്റ് ലുക്കായി കണ്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഡിസൈനിങ് ഒക്കെ ഇഷ്ടമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉറപ്പായിട്ടും ചെയ്യണം, മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.